കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ദേവരാജപ്പാ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ മഹാദേവി നമോ നമ. തുളസിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടായത്. ഏതാണ്? ഭാരതീയർക്ക് കൽപ്പവൃക്ഷത്തിന് സമമായവളാണ് തുളസി. അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. അപ്പൊ കശ്യപന്റെ പുത്രിയായ മനസയും പ്രധാനപ്പെട്ട ദേവിയാണ് കേട്ടോ, മാനസ. ആ ദേവി ശങ്കരന്റെ പ്രിയ ശിഷ്യയും ജ്ഞാനവിശാരദയുമാണ്. നാഗേശനായ വാസുകിയുടെ പെങ്ങളാണ്. ജരൽക്കാരുമുനിയുടെ പത്നിയാണ്. അസ്തികമുനി ശ്രേഷ്ഠന്റെ അമ്മയുമാണ്. നാഗശായിനിയും നാഗേന്ദ്രന്മാരിൽ വന്ദിക്കപ്പെടുന്നവളും സിദ്ധദായിനിയുമാണ് ആ ദേവി. ഇത് മാനസാദേവി. അടുത്ത പ്രധാനാംശജാതയായ ദേവി ദേവസേനയാണ്. ആ ദേവി അമ്മമാരിൽ ശ്രേഷ്ഠയായ ഷഷ്ഠീ ദേവിയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിന്റെ പത്നി. പുത്രപൗത്രപ്രദായിനി ആയതുകൊണ്ടും മൂലപ്രകൃതിയുടെ ആറിലൊരു അംശമായതുകൊണ്ടും സന്താന പരമ്പരയെ നൽകുന്നതുകൊണ്ടും ആ ദേവിയെ ഷഷ്ഠീ ദേവി എന്ന് പറയുന്നു. ശ്രുതിഗൃഹത്തിൽ 6-ാം ദിവസത്തിലോ 21-ാം ദിവസത്തിലോ കുട്ടികൾക്ക് മംഗളം ഉണ്ടാവാൻ ആ ദേവിയെ പൂജിക്കുന്നു. 12 മാസവും മർത്യലോകം അവളെ പൂജിക്കുന്നു. ഇനി പ്രധാനാംശജയ മംഗളാചണ്ഡി ദേവിയെ പറ്റി പറഞ്ഞു തരാം. ആ ദേവി സൃഷ്ടി സമയത്ത് മംഗളരൂപിണിയായും സംഹാരത്തിന് ചണ്ഡിയായും വർത്തിക്കുന്നത് കൊണ്ട് ആ ദേവിയെ മംഗളചണ്ഡി എന്ന് പറയുന്നു. ആ ദേവി പ്രസാദിച്ച സ്ത്രീകൾക്ക് പുത്രപൗത്രാദികളെയും യശസ്സിനെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യും. എന്നാൽ കോപം വന്നാൽ അവൾ സംഹാര രൂപിണിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനിയത്തെ പ്രധാനപ്പെട്ട ദേവി കാളിയാണ്. ആ ദേവി സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്നവളും ദുർഗക്ക് സമമായവളും ശുംഭൻ തുടങ്ങിയ ദൈത്യന്മാരെ കൊല്ലുവാൻ വേണ്ടി ദുർഗയുടെ ലലാടത്തിൽ നിന്ന് ഉത്ഭവിച്ചവളുമാണ് കാളി. കൃഷ്ണഭക്തയാണ് കാളി. കൃഷ്ണനെ തന്നെ ചിന്തിച്ച് കൃഷ്ണവർണ്ണമായവളാണ് അവള്. ആ ദേവിയെ ഭക്തിയോടെ പൂജിച്ചാൽ പുരുഷാർത്ഥങ്ങൾ നേടാൻ സാധിക്കും. ഇനി മുഖ്യാംശയായ ഭൂമിദേവിയെ പറ്റി പറഞ്ഞു തരാം. എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളും രത്നഗർഭയും എല്ലാവർക്കും ആധാരഭൂതയുമാണ്. വിശ്വത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും അവൾ മാത്രമാണ് ആശ്രയം. ഹരി ഭൂമിദേവി അല്ലെ. ഭൂമിദേവി പിന്നെ നമ്മളല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പറ്റൂലല്ലോ. ഇനി പ്രകൃതിയുടെ കലകളായി ജനിച്ചവരെ പറ്റിയും ആരാരുടെ പത്നിയാണെന്നും പറഞ്ഞു തരാം. അഗ്നിയുടെ പത്നിയായ സ്വാഹയെ എല്ലാവരും പൂജിക്കുന്നു. എന്തെങ്കിലും ഒരു ഹോമം ചെയ്യുമ്പോൾ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാലേ അത് അഗ്നി അത് എടുക്കണമെങ്കിൽ അഗ്നിയുടെ പത്നിയെ സ്വാഹയെ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അതാണ് സ്വാഹ. സ്വാഹ എന്ന് ജപിച്ചുകൊണ്ടല്ലേ ഹോമത്തിന് ഹവിസ് സമർപ്പിക്കുന്നത്. ആ ദേവി ഇല്ലാത്ത ദേവന്മാർക്ക് ഹവിസ് സ്വീകരിക്കാനാവില്ല. ദക്ഷിണ എന്ന പേരാ ദേവി യജ്ഞപത്നിയാണ്. ആ ദേവി ഇല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി വരും. അടുത്തത് പിതൃക്കളുടെ പത്നിയായ സ്വതയാണ്. ആ ദേവി എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളാണ്. അവൾ ഇല്ലെങ്കിൽ പിതൃദാനം ഫലമില്ല എന്ന് പറഞ്ഞു. പിതൃക്കൾക്ക് ദാനം ചെയ്യണമെങ്കിൽ സ്വത വേണമെന്ന് പറയുന്നു. സ്വാഹ, സ്വത, സ്മൃതി, മേധ, ധൃതി എന്നൊക്കെ അങ്ങനെ ഒരുപാട് പേരുള്ള ദേവിമാരുണ്ടല്ലോ. അടുത്തത് വായുവിന്റെ പത്നിയായ സ്വസ്തിയാണ്. അവളില്ലെങ്കിൽ ദാനവും പ്രതിഗ്രഹവും വെറുതെയാകും. അടുത്തത് ഗണേശന്റെ പത്നിയായ പുഷ്ടിയാണ്. അവൾ സർവരാലും പൂജിക്കപ്പെടുന്നവളാണ്. അനന്തപത്നിയായ തുഷ്ടീദേവിയും സർവരാലും പൂജിക്കപ്പെടുന്നവളാണ്. അവളില്ലെങ്കിൽ ആർക്കും സന്തുഷ്ടി ഉണ്ടാകുകയില്ല. ദേവന്മാരും മനുഷ്യരും പൂജിക്കുന്നവളാണ് ഈശാനപത്നിയായ സമ്പത്തി. അടുത്തത് കപിലപത്നിയായ ധൃതിയാണ്. ഈ ലോകത്തിന് ധൈര്യം കൊടുക്കുന്നവളാണ് ധൃതിദേവി. മുക്തന്മാർ പോലും പൂജിക്കുന്നവളാണ്. സത്യപത്നിയായ സതി മോഹത്തിന്റെ പത്നിയാണ്. ദയയും സാധ്വിയും പുണ്യപത്നിയായ പ്രതിഷ്ഠ പുണ്യപ്രദായിനിയുമാണ്. സൽക്കർമ്മപത്നിയായ സിദ്ധ കീർത്തി ധന്യന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ്. അവളില്ലെങ്കിൽ ലോകം ജീവനില്ലാത്ത നിലയിലാകും. ഉദ്യോഗപത്നിയായ ക്രിയ സർവ ആരാധ്യയാണ്. അവളില്ലെങ്കിൽ ലോകം കർമ്മശൂന്യമാകും. അധർമ്മപത്നിയായ മിഥ്യ ധൂർത്തന്മാരാൽ പൂജിക്കപ്പെടുന്നവരാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒന്നുമല്ല.
ഒന്നുമില്ല. അവരാണ് അതുകൊണ്ടാണ് അധർമ്മികൾ പൂജിക്കുന്നത്. അവളില്ലെങ്കിൽ വിധി നിർമ്മിതമായ ജഗത്ത് തന്നെ ഉണ്ടാവുകയില്ല. ഈ ദേവിയില്ലെങ്കിൽ ബ്രഹ്മസൃഷ്ടികൾ ഉണ്ടാകുമായിരുന്നില്ല. സത്യയുഗത്തിൽ അവൾ അദൃഷ്ടയാണ്. ത്രേതായുഗത്തിൽ അവൾ സൂക്ഷ്മരൂപിണിയാണ്. ദ്വാപരയുഗത്തിൽ അവൾ അർദ്ധാംഗവതിയാണ്. കലിയുഗത്തിൽ അവൾ സർവവ്യാപിനിയാണ്, പ്രഗത്ഭയുമാണ്. ശാന്തിയും ലജ്ജയും സുശീലന്റെ ഭാര്യമാരാണ്. അവരില്ലെങ്കിൽ ഈ വിശ്വം ഭ്രാന്താലയമാണ്. ജ്ഞാനത്തിന്റെ ഭാര്യമാരാണ് ബുദ്ധി, മേധ, ധൃതി. അവരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ഉന്മത്തമാവുകയും ചെയ്യും. ധർമ്മത്തിന്റെ പത്നിയാണ് പ്രകാശരൂപമായ മൂർത്തി. ആ ദേവി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വിശ്വവും പരമാത്മാവും നിരർത്ഥകമായി തീർന്നേനെ. അവൾ ധന്യയും സാധ്വിയുമാണ്. ശ്രീരൂപയായ അവൾ സർവരാലും സംപൂജ്യയുമാണ്. കാലസ്വരൂപനായ രുദ്രന്റെ പത്നിയാണ് നിദ്ര. അവളില്ലെങ്കിൽ രാത്രിയുടെ സുഖം അനുഭവിക്കാൻ സാധ്യമല്ലല്ലോ. ഉറക്കം ഇല്ലെങ്കിൽ ജനങ്ങളൊക്കെ ക്ഷീണിച്ച് വശമായി പോവുമായിരുന്നു. പകല് മുഴുവനും അധ്വാനിച്ചതിന്റെ ആ ഒരു ക്ഷീണം തീർക്കണമെങ്കിൽ രാത്രി ഉറക്കം വരണ്ടേ. കാലത്തിന്റെ പത്നിമാരാണ് പകലും സന്ധ്യയും രാത്രിയും. അവരില്ലെങ്കിൽ കാലനിർണയം സാധ്യമല്ല. ലോഭത്തിന്റെ പത്നിമാരാണ് വിശപ്പും ദാഹവും. ഇവരുടെ വ്യാപനം കൊണ്ട് ലോകം ചിന്താവിവശമായിരിക്കുന്നു. തേജസ്സിന്റെ പത്നിമാരാണ് പ്രഭയും ദാഹികയും. ഇവരില്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ലോക സൃഷ്ടി സാധ്യമല്ല. വൈരാഗ്യത്തിന്റെ പത്നിമാരാണ് ശ്രദ്ധയും ഭക്തിയും. ജഗത്തിന് ജീവൻ മുക്തി കൊടുക്കുന്ന അവരാണ്. അവരില്ലെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ ലോകം തന്നെ നഷ്ടമാകും. സുഖപത്നികളാണ് പ്രീതിയും മടിയും. ജഗത്തിന്റെ ആരംഭം മുതൽക്ക് അവർ ഈ ലോകത്തിൽ ചരിക്കയാണ്. ദേവമാതാവായ അതിഥിയും ഗോക്കളുടെ മാതാവായ കാമധേനുവും ദൈത്യരുടെ അമ്മയായ അതിഥിയും കദ്രുവും വിനതയും സൃഷ്ടിക്കു വേണ്ടി ഉപയോഗിച്ച ദേവീ കലകൾ തന്നെയാണ്. എല്ലാ ദേവിമാരും ഒന്നിനൊന്ന് മെച്ചം. എല്ലാവരെ കൊണ്ടും നമുക്ക് കാര്യമുണ്ട്. നമ്മളെല്ലാവരെയും പൂജിക്കണം എന്ന് പറയുന്നു. ഇനിയും ഒട്ടനവധി കലകൾ ദേവിക്കുണ്ട്. അവയിൽ ചിലത് പറയാം. സൂര്യന്റെ പത്നി സംജ്ഞ, ചന്ദ്രന്റെ പത്നി രോഹിണി, ദേവേന്ദ്രന്റെ പത്നി ശചീദേവി, സ്വയംഭുവന്റെ പ്രിയതമ ശതരൂപയാണല്ലോ, നമുക്കറിയാലോ അത്. അർദ്ധവന്റെ പത്നിയാണ് ദേവഹൂതി, അതും അറിയാം. വസിഷ്ഠന്റെ പത്നിയാണ് അരുന്ധതി. ബൃഹസ്പതിയുടെ ഭാര്യ താരയാണ്. അത്രി മഹർഷിയുടെ ഭാര്യ ആണ് അനസൂയ. ഗൗതമ പത്നിയുടെ ഭാര്യ അഹല്യ. ദക്ഷന്റെ ഭാര്യയാണ് പ്രസൂതി. പാർവതിയുടെ അമ്മയായ മേന, പിതൃക്കളുടെ പത്നിയായ മാനസി, കുബേരപത്നിയായ ലോപാമുദ്ര, കുന്തിദേവി, വരുണ പത്നിയായ വരുണാനി, ബലിയുടെ പത്നിയായ വിന്ധ്യാവലി, ദമയന്തി, യശോദ, ജാനകി തുടങ്ങിയവരൊക്കെ ദേവിയുടെ കലകൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഗാന്ധാരി, ശൈബ്യ, സത്യവതി, വൃഷഭാനുവിന്റെ പത്നിയും രാധാറാണിയുടെ അമ്മയുമായ കുലോദ്വഹ, മന്ദോദരി, കൗസല്യ, സുഭദ്ര, രേവതി, കാളിന്തി, സത്യഭാമ, ലക്ഷ്മണ, ഭദ്ര, നാഗജിതി, മിത്രവിന്ദ, രുക്മിണി, ലക്ഷ്മിയായി പ്രകീർത്തിക്കുന്ന സീതാദേവി, വ്യാസന്റെ മാതാവായ കാളി, ബാണന്റെ മകളായ ഉഷ, സഖിയായ ചിത്രലേഖ, മായാവതി, പരശുരാമന്റെ അമ്മയായ രേണുക, ബലരാമന്റെ അമ്മ രോഹിണി, കൃഷ്ണ സഹോദരിയായ വിന്ധ്യാചല നിവാസിനി, ഏകനന്ദ തുടങ്ങിയ ദേവിമാരൊക്കെയും മൂലപ്രകൃതിയുടെ അംശഭൂതങ്ങളാണെന്ന് മനസ്സിലാക്കുക. ലോകത്തിലെ എല്ലാ നാരിയും ദേവിയുടെ തന്നെ കലകളാണ്. അവരെ അപമാനിക്കാൻ പാടില്ല. ഭർത്തൃമതിയും സന്താനങ്ങളുമുള്ള വിപ്രപത്നിക്ക് വസ്ത്രവും ഭൂഷണങ്ങളും ദാനം ചെയ്ത് പൂജിച്ചാൽ മൂലപ്രകൃതിയെ പൂജിച്ചതിന് തുല്യമാണ്. 8 വയസ്സുള്ള ബ്രാഹ്മണ കന്യകയെ പൂജിച്ചാലും ദേവിയെ പൂജിച്ച മാതിരിയാണ്. എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശങ്ങൾ തന്നെയാണ്. സത്വഗുണമുള്ളവരാണ് ഉത്തമ സ്ത്രീകൾ. മധ്യമ സ്ത്രീകൾ ഭോഗങ്ങളിലും മറ്റും അതിതാല്പര്യമുള്ളവരും സ്വാർത്ഥതാല്പര്യരും ആയിരിക്കും. അധമ സ്ത്രീകൾ തമോ ഗുണമുള്ളവരായിരിക്കും. കുലടകൾ വ്യഭിചരിക്കുന്നവർ, സ്വർഗത്തിലെ അപ്സര സ്ത്രീകൾ തുടങ്ങിയവർ അധമ സ്ത്രീകളിൽ പെടുന്നു. ഇപ്രകാരം ഞാൻ മൂലപ്രകൃതിയെ വർണ്ണിച്ചു പറഞ്ഞു തന്നു. ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഇവരെ പൂജിക്കുന്നു. സുരഥ രാജാവ് ദുർഗയെ ആരാധിച്ചു പോന്നു. ശ്രീരാമൻ രാവണവധം സുസാധ്യമാക്കുവാൻ ജഗദംബയെ പൂജിച്ചില്ലേ? പിന്നീട് 3 ലോകവും ജഗദംബയെ ആരാധിച്ചില്ലേ? ആ ജഗദംബ തന്നെയാണ് ദക്ഷയാഗത്തിൽ ദേഹത്യാഗം ചെയ്ത സതീദേവി. ആ ദേവി പിന്നീട് ഹിമവാന്റെ പുത്രിയായി ജനിച്ച് ശിവപത്നിയായി.
ആ ഹൈമവതിയുടെ പുത്രന്മാരാണ് ഗണനാഥനും വിഷ്ണുകലയായ ആറുമുഖനും, അതായത് സുബ്രഹ്മണ്യ സ്വാമി. മംഗളരാജാവ് ആദ്യമായി ആ ശ്രീലക്ഷ്മിയെ പൂജിച്ചു, പിന്നീട് മർത്യരും പൂജിച്ചു. സാവിത്രി ദേവി ആദ്യം അശ്വപതി രാജാവാണ് കേട്ടോ പൂജിച്ചത്. അതിനുശേഷം മനുഷ്യരും ദേവന്മാരും അസുരന്മാരും തുടങ്ങി എല്ലാവരും പൂജിച്ചു. ബ്രഹ്മാവാണ് സരസ്വതി ദേവിയെ ആദ്യം പൂജിച്ചത്. പിന്നീട് 3 ലോകത്തിലുമുള്ള സർവരും ആരാധിച്ചു തുടങ്ങി. ഭൂലോകത്തിലെ രാധാറാണിയെ ആദ്യമായി പൂജിച്ചത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. 3 ലോകത്തിലുള്ളവരും ദേവന്മാരും പൂജിച്ചു. പിന്നീട് കൃഷ്ണന്റെ ആജ്ഞയാൽ ബ്രഹ്മദേവനും മുനിമാരും അഷ്ടഗന്ധങ്ങളെ കൊണ്ട് രാധാദേവിയെ പൂജിച്ചു. പിന്നീട് ഭാരതഭൂമിയിൽ സുയജ്ഞൻ രാധയെ ആദ്യം പൂജിച്ചു. മൂലപ്രകൃതിയായ ദേവിയുടെ പാവനമായ ചരിത്രം വേദത്തിൽ പറഞ്ഞ പ്രകാരം ഞാൻ വിവരിച്ചു തന്നു. ഇനി നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അടുത്ത ദിവസം പറയാം. നാരദരെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ മഹർഷി തൽക്കാലം ഈ കഥയിൽ നിന്ന് വിരമിക്കുകയാണ്. അതുപോലെ നമുക്കും ഇനി പറയാനുള്ളതൊക്കെ നാളെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഭാഗം ജഗദംബികയുടെ തൃപ്പാദങ്ങളെ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.